റേസ് ടു സക്സസ്, ജീവിത വിജയത്തിലേക്കുള്ള വഴികാട്ടി. ഹലോ, ഹായ്, നമസ്കാരം. അഹല്യ FM 90.4ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ റേസ് ടു സക്സസിന്റെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇനിയുള്ള ഹാഫ് ആൻ അവർ നമ്മൾ കേൾക്കുവാൻ പോകുന്ന കാര്യങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിൽ ഓരോരുത്തർക്കും ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് എന്നുള്ളതിന് ആദ്യമേ ഒരു പ്രോമിസ് തരികയാണ്. റേസ് ടു സക്സസിൻ്റെ ശ്രോതാക്കൾക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. അത് കേൾക്കാനിരിക്കുന്ന ഒരു പ്രത്യേക ലിസ്ണേഴ്സ് നമുക്കുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഏറ്റവും ലൈഫിലേക്ക് വേണ്ടിയിട്ടുള്ള കുറേയധികം കാര്യങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാറുള്ളത്. നമ്മുടെ കൂടെ റേസ് ടു സക്സസിൽ മഹാദേവൻ സാറും ഉണ്ട്. അപ്പോൾ സാറിനെ സ്വാഗതം ചെയ്യാണ് സ്നേഹത്തോടെ. നമസ്കാരം സാർ, സ്വാഗതം. എന്തൊക്കെയാണ് സാർ വിശേഷങ്ങൾ? ഇന്ന് അഹല്യ ക്യാമ്പസിൽ ഒരു വിശേഷമുണ്ട്. ഇന്ന് നമ്മുടെ സ്കൾപ്ചർ പാർക്ക്, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശില്പോദ്യാനം, അത് ഡസൻ കണക്കിന് ശില്പികൾ ആഴ്ചകളോളം വന്ന് താമസിച്ച് ഇവിടെ ഇരുന്ന് കരിങ്കല്ലിലും കോൺക്രീറ്റിലുമായിട്ട് ചെയ്തുണ്ടാക്കിയ ശില്പങ്ങളാണ്. അവർ പണിയെടുക്കുമ്പോൾ ഞാൻ പലതവണ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലതൊക്കെ വളരെ മനോഹരമാണ്, ചിലതൊക്കെ അവിടെ ഇരുന്ന് ചിന്തിക്കേണ്ടതാണ്. കണ്ടു തീർക്കാൻ കുറേ സമയമെടുക്കും. പക്ഷേ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ശില്പോദ്യാനമാണ് അതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൻ്റെ ഉദ്ഘാടനം ഇന്ന് കേരള ഗവർണർ ഉദ്ഘാടനം ചെയ്യുന്ന ദിവസമാണ്. ഈ ദിവസം ഒരു സെലിബ്രേഷൻ മൂഡിലാണ് അഹല്യ മൊത്തം. അപ്പൊ ഞാനിപ്പോ അതിന്റെ വെന്യൂ വഴിയാണ് ഇവിടേക്ക് വന്നത്. അപ്പൊ തിരിച്ച് ഗവർണറുടെ ഓട്ടപ്പാച്ചിലിനിടയിലാണ് തീർച്ചയായിട്ടും ഗവർണറുടെ ഫംഗ്ഷന് വേണ്ടി തിരിച്ചു പോവുകയും ചെയ്യും. അപ്പൊ അത് ഉദ്ഘാടനം കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് മുതൽ അത് ഇപ്പൊ തന്നെ അത് ഓപ്പറേഷനായി തുടങ്ങി ചെറിയ രീതിയിൽ. അത് ഒരു വിശേഷം അതാണിപ്പോൾ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷം. പക്ഷെ നമ്മൾ ഇന്ന് റേസ് ടു സക്സസിലെ വിശേഷം എന്നുള്ളത് അതല്ല. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചും കുഞ്ഞുങ്ങളുടെ വളർച്ചയിലെ ഓരോ സ്റ്റേജസിനെ കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ സാറിനോട് എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളൊരു കാര്യം, നമുക്കറിയാം ഇപ്പോൾ ഈ ഒരു സമയത്ത് കുട്ടികൾക്ക് വലിയ രീതിയിലുള്ളൊരു മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അവർക്ക് എനിക്ക് തോന്നുന്നു ടൈം ബാലൻസ് ചെയ്യാനില്ലാത്ത, ടൈം മാനേജ് ചെയ്യാനില്ലാത്തൊരു പ്രശ്നം കൊണ്ടാണോ എന്നുള്ളത് ഭയങ്കര ഒരു സംശയമാണ്. ഈ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു സ്കൂളിൻ്റേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹോംവർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ മുഴുകിയിരിക്കുക. അതിനുശേഷം സ്ക്രീൻ ടൈം വളരെ കൂടി വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് അവർക്ക് മാനസിക ഉല്ലാസത്തിനുള്ള വഴിയില്ലാത്തൊരു സാഹചര്യം ഉണ്ടല്ലേ സാർ? കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത്? കുട്ടികളുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്, കുഞ്ഞുങ്ങളുടെ ജന്മം മുതൽ അവരുടെ ഒരു യുവാവോ യുവതിയോ ആകുന്നവരേക്കുള്ള ഒരു പരിണാമകാലത്തെ മൊത്തമായിട്ട് നമുക്ക് അപഗ്രഥിക്കണം. അപ്പം നമ്മുടെ നാട്ടിൽ, കേരളത്തിലും ഭാരതത്തിലും ഒക്കെ ജനിച്ചു വീഴുന്ന കുട്ടി ഒരുപാട് ചങ്ങലകളിലാണ് ജനിക്കുന്നത്. പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ഈത്തോസ്, കൾച്ചേഴ്സ്, ട്രഡീഷൻസ് ഇതൊക്കെ വരിഞ്ഞു മുറുക്കിയ ഒരു രീതിയാണുള്ളത്. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ തന്നെ അത് ശരിയല്ല, ഇത് ശരിയല്ല എന്ന അവരിലൊരു ന്യായാന്യായ ബോധം നമ്മൾ ഫോഴ്സിബിളായിട്ട് കൊടുക്കുകയാണ്. അവർ സ്വയം കണ്ടെത്തുന്നതല്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രത്യേക സംസ്കാരമുണ്ട്. ഇത് ശരിയല്ല, ഇത് തെറ്റാണ്, അല്ലെ ഇത് തെറ്റല്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു ന്യായബോധം കുട്ടികളിൽ ഉണ്ടാകുന്നുണ്ട്. അത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഒരു സമ്പ്രദായം കൊണ്ട് വരുന്നതായിരിക്കും. മറ്റു രാജ്യങ്ങളിലൊന്നും ഇത്, പല വികസിത രാജ്യങ്ങളും കുട്ടികളുടെ മേൽ ഇങ്ങനെയുള്ള കടന്നുകയറ്റങ്ങൾക്ക് രക്ഷിതാക്കൾ കൂടി അധികാരമില്ല. ഒരു അടിച്ചേൽപ്പിക്കലാണല്ലോ, അതാണ് നമ്മളെ എതിർക്കുന്നത്. കുട്ടികളുടെ രീതിയിൽ ചിന്തിക്കുമ്പോഴത്തേക്കും, ഒരു കുട്ടി മനസ്സോടെ ചിന്തിക്കുമ്പോഴത്തേക്കും അവർ ശരിക്കും സ്വാതന്ത്ര്യം ഇല്ല എന്ന് അവർ പറയുന്നത് സത്യമാണെന്ന് തോന്നിപ്പോവും. അതൊരാളോ വരെ സത്യം. കാരണം വളരെ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മളവരെ പേടിപ്പെടുത്തിയാണ് അവരെ നിയന്ത്രിക്കുന്നത്. ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണത്. ഒന്നിൽ പോലീസിന്റെ പേര് പറഞ്ഞ് പേടിപ്പിക്കും, അല്ലെങ്കിൽ കൊള്ളക്കാരുടെ പേര് പറഞ്ഞ് പേടിപ്പിക്കും, അല്ലെ ആന വരുമെന്ന് പറഞ്ഞ് പേടിപ്പിക്കും, അല്ലെ യക്ഷി, ചെകുത്താൻ, ഇങ്ങനെ പല സിമ്പിൾസിനെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ, എൻ്റെ ഒരു അഭിപ്രായം, നമ്മുടെ ചുറ്റുവട്ടത്തോളം മനുഷ്യരിൽ ഒരു 80% പേർക്ക് ഇങ്ങനെയുള്ള പല പേടികൾ, പല ഫോബിയ ഉണ്ടാകുന്നുണ്ട്. അതിന് പ്രധാന കാരണം അവരുടെ വളരെ ചെറുപ്പകാലത്ത് അവർക്കുണ്ടാകുന്ന ചില പേടിയാണ്. ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത്, ഞാൻ എൻ്റെ തന്നെ ഒരു ഉദാഹരണം പറയാം. ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലൊരു മുറി സ്ഥിരമായിട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലുള്ളവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ മുറി സ്ഥിരമായിട്ട് അടച്ചിട്ടിരിക്കുന്നത്? അപ്പോൾ പറഞ്ഞു, അത് അമ്മൂമ്മ അപമൃത്യുവിൽ മരിച്ചു. എന്നുവെച്ചാൽ അമ്മൂമ്മ പ്രസവത്തിന് വേണ്ടി ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിൽ വെച്ച് തന്നെ മരിക്കുക ചെയ്തത്. അപ്പോൾ അമ്മൂമ്മയുടെ ജഡം കൊണ്ട് കിടത്തിയ മുറിയാണത്. അതുകൊണ്ട് ഇതിനകത്ത് കയറാൻ എല്ലാവർക്കും പേടിയാണ്. അമ്മൂമ്മയുടെ ആത്മാവ് ബാധിക്കും. അപ്പോൾ അങ്ങനൊരു പേടി നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണ്.
അപ്പൊ എനിക്കൊരു തമാശ തോന്നി. എനിക്കന്ന് 8 വയസ്സേ ഉള്ളൂ. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മൂമ്മയല്ലേ, എന്തായാലും എന്നോട് ഇഷ്ടം ഉണ്ടാവല്ലോ, ഞാൻ ആ മുറി തുറന്ന് കിടക്കാൻ പോകുന്നു. ഇങ്ങനെ സമർത്ഥനായിട്ടുള്ള കുട്ടികൾ ഇന്നും ഉണ്ടല്ലേ, അവര് തിരിച്ചു ചോദിക്കുമായിരിക്കും. അത് ചോദ്യം ചെയ്തു. കാരണം എന്തുകൊണ്ടോ എന്റെ മനസ്സിന് അങ്ങനെ തോന്നി. അതിന് ഒരു ധൈര്യത്തിന്റെ ഘടകമൊന്നും അല്ല അതിൽ. അന്ന് എന്റെ പിഞ്ചു മനസ്സില് എന്റെ അമ്മൂമ്മയാണല്ലോ, എന്തായാലും എന്നെ ഉപദ്രവിക്കില്ലല്ലോ എന്നുള്ള അന്ന് ഈ പ്രേതഭൂതാദികളെ കുറിച്ച് എനിക്ക് ധാരണയൊന്നും കാര്യമായിട്ടില്ല. അപ്പോൾ എന്ന് മാത്രമല്ല, ഞാൻ അത് പഴയ വീടിൻ്റെ ഒരു പഴയ ഭാഗമായിരുന്നു. അത് പിന്നീട് 10-15 കൊല്ലം കഴിഞ്ഞിട്ട് പൊളിച്ച് പുതിയ RCC മട്ടുപ്പാവ് ബിൽഡിംഗ് ഒക്കെ ആക്കുന്നവരേക്ക് ഞാൻ വീട്ടിൽ കിടന്നിരുന്നു. ഞാൻ വീട്ടിൽ നിന്ന് പലയിടത്തായിട്ട് പഠിക്കാൻ പോയാലും തിരിച്ചു വരുമ്പോൾ ഞാൻ കിടക്കുന്ന ആ മുറിയിൽ തന്നെയായിരുന്നു. മനസ്സിലായില്ലേ? പക്ഷേ അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ ജനിക്കുന്നതിനും എത്രയോ നാൾ മുമ്പാണ് എൻ്റെ അമ്മൂമ്മ മരിച്ചത്. എൻ്റെ അച്ഛന് 8-9 വയസ്സുള്ളപ്പോൾ മരിച്ചത്. അപ്പോൾ അത്രയും കാലമായിട്ട് ഒരു മുറി പൂട്ടിക്കിടക്കായിരുന്നു. അപ്പോൾ ആ മുറിയിലാരും താമസമില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതൊരു ഉദാഹരണം പറഞ്ഞു മാത്രം. അപ്പം നമുക്ക് ഈ ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ചില ഫോബിയാസ്, ചില കൾച്ചറൽ പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങളിൽ തന്നെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ അവരറിയാതെ അവരിലേക്ക് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക. അതുകൊണ്ട് ഭാരതീയരായ കുട്ടികളിലെല്ലാം തന്നെ ഒരളവില്ലെങ്കിൽ മറ്റൊരളവ് അവരുടെ ജനറ്റിക്കൽ ഘടകത്തിന് അതീതമായിട്ട് അവരുടെ ഫാമിലി കൾച്ചർ അവരെ കെട്ടിയിടുന്നുണ്ട്, വരിഞ്ഞു മുറുക്കുന്നു. തീർച്ചയായിട്ടും ഒരു ലാർജ് സ്കെയിലിൽ എന്ന് പറയേണ്ടി വരും അല്ലേ? ലാർജ് സ്കെയിൽ അങ്ങനെയാണ്. ഒരു ഫാമിലി കൾച്ചർ അത് ചിലത് നല്ലതായിരിക്കാം, ചിലത് മോശമായിരിക്കും. ഇപ്പോൾ ചില കുടുംബങ്ങളിൽ ജനിച്ച കുട്ടികൾ വളരെ സാത്വികരായിരിക്കാം, എന്നാൽ ചില കുടുംബങ്ങളിൽ ജനിച്ച കുട്ടികൾ വളരെ അസാൻമാർഗികമായ രീതിയിൽ പോകാം. അപ്പോൾ അതിലൊരു ഫാമിലി ട്രഡീഷനുണ്ട്. അപ്പോൾ ഈ ട്രഡീഷൻ അറിയാതെ കുട്ടികളിലേക്ക് പകർത്തപ്പെടുകയാണ്. കാരണം വീട്ടിലെ അക്രമവും അനീതിയൊക്കെ കാണുന്നവർ അത് അച്ഛൻ അമ്മയോട് ചെയ്യുന്നതാണെങ്കിലും സഹോദരങ്ങളോട് ചെയ്യുന്നതാണെങ്കിലും അയലത്തുകാരോട് ചെയ്യുന്നതാണെങ്കിലും ഒക്കെ ഈ കുട്ടിയുടെ മനസ്സിൽ ഇതൊരു അബോധ തലത്തിലേക്ക് കൺവേ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഉള്ളിൽ ഇതൊക്കെ ചെയ്യാം, ഇതൊക്കെ ആകാം എന്നൊരു തോന്നലുണ്ടാവും. ശരിക്കും ഈ സാർ ഈ പറഞ്ഞൊരു പോയിന്റ് സൈക്കോളജിയിൽ പഠിക്കാനുള്ള ഒരു കാര്യമല്ലേ, അതൊരു നൈറ്റ് മെയർ ആയിട്ട് കിടക്കും എന്നുള്ളൊരു കാര്യം. എനിക്ക് തോന്നുന്നു സിഗ്മണ്ട് ഫ്രോയിഡിന്റെ പുസ്തകത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഈ ഒരു കുട്ടിക്കാലത്തെ നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞിട്ടുള്ള ഈ ഫിയേഴ്സിനെ കുറിച്ച് പറയുന്ന ആ ഒരു സംഗതി എവിടെയോ വായിച്ചൊരു ഓർമ്മ സാർ ഇപ്പോൾ പറഞ്ഞപ്പോഴത്തേക്കും. പിന്നെ അത് മാത്രമല്ലല്ലോ സാർ, എനിക്ക് അതിനൊരു എതിരഭിപ്രായം ഉണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ കണ്ടു വളരുന്ന കുട്ടികൾ അത് കണ്ട് പേടിച്ചിട്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊരു തിരിച്ചറിവിലേക്ക് എത്തില്ലേ കുട്ടികൾ? ഇപ്പോൾ അച്ഛനെ ഉപദ്രവിക്കുന്ന ഒരു അച്ഛനാണ് എന്നുണ്ടെങ്കിൽ എനിക്കും അങ്ങനെ ചെയ്യാം എന്നുള്ളതല്ല, ആ ഉപദ്രവം സഹിക്കാൻ പറ്റാതാകുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ കുട്ടിയായിരിക്കുമ്പോഴേ ചിന്തിക്കണം, അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല, അച്ഛൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു. ആ ഒരു അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് കുറച്ചു പേരിലേ ഉണ്ടാവുന്നുള്ളൂ. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ മജോറിറ്റിയിൽ അതൊരു നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ആണ്. കുറച്ച് പേര് അതിൽ നിന്നൊരു ലേണിംഗ്, കാരണം മനുഷ്യന്റെ മനസ്സ് വ്യത്യസ്തമാണല്ലോ, അതിൽ നിന്നൊരു ലേണിംഗ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഞാൻ തന്നെ ഒരു ഉദാഹരണം പറയാം. എൻ്റെ അപ്പൂപ്പൻ, അച്ഛൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും ഒക്കെ അവർക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ആളുകളെ തല്ലുമായിരുന്നു. അപ്പം ഞാനത് ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇന്നേ കാലം വരെ ഒരു മനുഷ്യനെയും തല്ലിയിട്ടില്ല. അവർ ടെററായിരുന്നു എന്ന് മാത്രമല്ല, അപ്പൂപ്പൻ്റെ ഒക്കെ പേരിൽ എത്രയോ കേസുകൾ വന്നു. അത് പിന്നെ മറ്റു സ്വാധീനങ്ങൾ ഉപയോഗിച്ച് അതൊക്കെ ഇല്ലാതാക്കി എന്നുള്ളതാണ്. അപ്പോൾ അത് പകർന്നു വരണമെന്നില്ല, പകർന്നു വരികയും ചെയ്യാം. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് മറ്റു പല വീടുകളിലും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ ഈ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും ഒക്കെ സ്വഭാവങ്ങൾ അതിൻ്റെ തിന്മ തന്നെ മക്കളിലേക്ക് പകർന്നു വരുന്നതാണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. പക്ഷെ അവർക്ക് അതാകാം എന്നൊരു, ഇപ്പോൾ ഒരു അച്ഛൻ ചട്ടമ്പിയാണെങ്കിൽ ആ മകനും ചട്ടമ്പി ആകാം, ഇതൊക്കെ ജീവിതത്തിൻ്റെ ഒരു രീതിയാണെന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. ഇത് തന്നെ സാത്വിക അംശത്തിലുണ്ട്. ഇപ്പം ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, അധ്യാപകരുടെ മക്കളൊക്കെ നന്നായി പഠിക്കാറുണ്ട്. ഞാനൊരു അധ്യാപകൻ്റെ മകനാണ്. എൻ്റെ അച്ഛനൊരു സ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്തതാണ്. എൻ്റെ മക്കളും ഞാനും ഭാര്യ അധ്യാപകരാണല്ലോ, കോളേജിലാണെങ്കിലും അധ്യാപകരാണല്ലോ. എൻ്റെ മക്കൾ നന്നായി പഠിക്കുമായിരുന്നു. അപ്പം ഞാനിത് ജനറലി ക്ലാസ്സിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ നന്നായി പഠിക്കുന്ന കുട്ടികൾ ഒന്നിൽ സ്കൂൾ അധ്യാപകരുടെ അല്ലെങ്കിൽ കോളേജ് അധ്യാപകരുടെ ഒക്കെ മക്കളാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് വന്നു എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എൻ്റെ തന്നെ ഒരു ഉദാഹരണം, എൻ്റെ മോൾക്ക് SLCക്ക് സംസ്ഥാന റാങ്ക് കിട്ടിയപ്പം എന്നോട് അന്നത്തെ സമ്മാനം, അന്ന് ഗോൾഡ് മെഡലൊക്കെ കൊടുക്കുന്ന പതിവുണ്ട്, സമ്മാനം കൊടുക്കാൻ വന്ന മന്ത്രി വളരെ തമാശയായിട്ട് ചോദിക്കുകയുണ്ടായി, അപ്പോൾ നിങ്ങൾ പഠിപ്പിച്ച് റാങ്ക് വാങ്ങിച്ചല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് വളരെ വിനീതമായിട്ട് പറഞ്ഞു, എൻ്റെ കുട്ടിയെ ഞാൻ ഒരു ദിവസം പോലും പഠിപ്പിച്ചിട്ടില്ല, പഠിപ്പിക്കേണ്ടി വരുന്നില്ല. എന്താ കാര്യം, ഞാൻ ദിവസവും വീട്ടിലെത്തിയാൽ പഠിക്കുകയാണ്, പല പല കാര്യങ്ങൾ പഠിക്കുകയാണ്. കാരണം ഒന്നിലും പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കും, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കും. അപ്പോൾ പിന്നെ കുട്ടികൾ എന്ത് ചെയ്യും, അത് കണ്ട് അവർക്കും പഠിച്ചേ പറ്റുള്ളൂ. എന്ന് മാത്രമല്ല എൻ്റെ ഭാര്യയും എന്നെ പോലെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും, കോളേജ് അധ്യാപികയാണ്. അപ്പം കുട്ടികൾ അത് കണ്ടു പഠിക്കും. അപ്പോൾ അതൊരു ഇൻഡക്ഷനാണ്. അപ്പോൾ എൻ്റെ കുട്ടികളെ രണ്ടുപേരെയും ഞാൻ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല, പക്ഷേ അവർ ടോപ്പേഴ്സായിട്ടാണ് പഠിച്ചത്. കാരണം
അത് എല്ലാ കേസിലും അങ്ങനെ വന്നുകൊള്ളണമെന്നില്ല. തീർച്ചയായും. ഇപ്പോൾ എനിക്കറിയാവുന്ന എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അടുത്ത വീട്ടിലൊരു സ്കൂൾ ഹെഡ് മാസ്റ്ററായിട്ട് റിട്ടയർ ചെയ്ത എൻ്റെ ഒരു ബന്ധു ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ പഠിച്ച കുട്ടിയാണ്. ആ കുട്ടിയെ എന്നും അദ്ദേഹം തല്ലുകയായിരുന്നു. കാരണം എന്നേക്കാൾ മാർക്ക് വാങ്ങിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അത് അദ്ദേഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവസാനം തല്ലി ആ കുട്ടി 10ാം ക്ലാസ്സിൽ തോറ്റു പോകുന്ന സ്ഥിതിയിലേക്ക് എത്തി. അപ്പോൾ ഇതിനൊരു അഡ്വേഴ്സ് ഇഫക്റ്റും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അധ്യാപകരുടെ മക്കളായതുകൊണ്ട് മാത്രം രക്ഷപ്പെടണം എന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ ഇൻ മജോറിറ്റി ഞാൻ പലപ്പോഴും റാങ്ക് വാങ്ങിയ കുട്ടികളുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ അവരുടെ പലരുടെയും മാതാപിതാക്കന്മാർ സ്കൂൾ കോളേജ് അധ്യാപകരൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അത് ഒരു ഇൻഡക്ഷൻ, അതൊരു സാത്വിക വശമാണ്. പക്ഷെ അത് മാത്രം വേണമെന്നില്ല, അങ്ങനെ സംഭവിക്കാം. അപ്പോൾ ഇത് ചെറുപ്പകാലം മുതൽ തുടങ്ങുന്ന ഒരു കൾച്ചറൽ പ്രോസസ്സാണ്. ഇത് വളർന്ന് അവർ മുതിർന്നവരാകുമ്പോഴും ഈ പ്രോസസ്സ് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അടുത്ത ജനറേഷൻസിലേക്ക് കൂടെ അല്ലേ ആണ്. പിന്നെ ഈ തിയറി ഒന്നും ഉപയോഗിച്ച് കുട്ടികളെ വളർത്തരുത്. ഒരിക്കൽ എനിക്ക് തമാശ തോന്നിയ ഒരു കാര്യം, ഒരു സിസ്റ്റർ, ഒരു ക്രിസ്ത്യൻ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ നൺ, അതായത് അവർ അവിവാഹിതരാണല്ലോ. ഒരു ക്രിസ്ത്യൻ സിസ്റ്റർ കുറേ രക്ഷകർത്താക്കൾക്ക്, ഒരു സ്കൂളിലെ കുറേ രക്ഷകർത്താക്കൾക്ക് മക്കളെ എങ്ങനെ വളർത്തണം എന്ന് പരിശീലനം കൊടുക്കുന്നു. അപ്പൊ ഞാനത് യാദൃശ്ചികമായിട്ട് കണ്ടതാ. അപ്പൊ എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ തോന്നി, ഇതൊക്കെ ഈ അച്ഛനമ്മമാരെ ചീത്തയാക്കുമെന്ന് തോന്നി. കാരണം ഒരു താത്വിക വശത്തിൽ നിന്നുകൊണ്ട് കുട്ടികളെ വളർത്താൻ പറ്റില്ല. അവര് നമ്മളെപ്പോലെ പ്രതികരിക്കുന്ന മനസ്സാണ്, അല്ലാതെ ഒരു ഇനോർഗാനിക് മെറ്റീരിയൽ അല്ല. അവരൊരു ഓർഗാനിക് മൈൻഡുള്ളവരാണ്. അപ്പോൾ കുട്ടികളെ വളർത്തുമ്പോൾ പലപ്പോഴും അച്ഛനമ്മമാർക്ക് വരാറുള്ള ഒരു പ്രശ്നം, ഇവര് അവരുടെ പാസ്റ്റിനെ കോറിലേറ്റ് ചെയ്യാൻ നോക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ വളരെ കഷ്ടപ്പെട്ട് പലപ്പോഴും രക്ഷിതാക്കൾ പറഞ്ഞിട്ട്, ഞാൻ ചുമടെടുത്താണ്ടാ നിന്നെ പഠിപ്പിച്ചത്, അല്ലെ ഞാൻ വെയിൽ കൊണ്ട് വേർത്തതിന്റെ ഫലമാണ് നീ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. അതൊന്നും കുട്ടിയോട് പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഘട്ടത്തിൽ നമ്മുടെ രക്ഷിതാക്കള് അവർക്ക് പറ്റിയ രീതിയിൽ നമ്മളെ കൈകാര്യം ചെയ്തു, നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്നു. നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ അടുത്ത ജനറേഷന് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ട് എൻ്റെ മകനും കഷ്ടപ്പെടണം. ഞാൻ ഓലമേഞ്ഞ വീട്ടിൽ ജനിച്ചാൽ എൻ്റെ മകനും ഓലമേഞ്ഞ വീട്ടിൽ ജീവിക്കണം. ആ പറയുന്നതിൽ അർത്ഥമില്ല. കാലം മാറുന്നതനുസരിച്ച് സമൂഹത്തിന്റെ പ്രായോഗിക വശങ്ങൾ മാറി വരികയാണ്. എന്നാൽ നല്ലൊരു പങ്ക് രക്ഷകർത്താക്കൾ ഇപ്പോഴും ഞാൻ കേൾക്കാറുണ്ട്. അവർ പറയുന്നത്, ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ്. അത് എല്ലാ മനുഷ്യനും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എന്റെ മക്കൾ അങ്ങനെ കഷ്ടപ്പെടരുത് അങ്ങനെ പറയുന്നവരും ഉണ്ട്. അതും ഒരു ഇന്ത്യൻ സംസ്കാരമാണ്. ഇപ്പൊ ഇന്ത്യൻ സംസ്കാരത്തില് എല്ലാവരും അവർക്ക് കിട്ടുന്നതിന്റെ ഒരു അംശം സൂക്ഷിച്ചു വെക്കുകയാണ്. അത് മറ്റു രാജ്യങ്ങളിൽ കാണാത്തൊരിതാണ്. എന്തിനു സമ്പാദിക്കുക? ആർക്ക് വേണ്ടിയായി സമ്പാദിക്കുന്നത്? ഈ സമ്പാദിക്കുന്നത് മുഴുവൻ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ അടുത്ത തലമുറയ്ക്ക് ഇതിന്റെ ഒരു താല്പര്യമുണ്ടോ, അവരിത് സംരക്ഷിക്കുമെന്നും അവർ പറഞ്ഞിട്ടില്ല. അവർക്കിത് അറിയില്ലല്ലോ. എന്ന് മാത്രമല്ല, പലപ്പോഴും നമ്മൾ കാണാറുള്ളത് ഈ വളരെ അരിച്ചു പെറുക്കി സമ്പാദിക്കുന്നവരുടെ മക്കള് അത് അനാവശ്യമായി ചെലവാക്കുന്നു എന്നുള്ളതാണ്. ലാവിഷായിട്ട് ജീവിക്കും. അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അവർ കണ്ടിരിക്കുന്ന അവരുടെ വീട്ടിൽ സമ്പത്തുണ്ട്. അപ്പോൾ അത് അച്ഛനും അമ്മയും അത് എങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയൊന്നും അവർക്കുണ്ടാവില്ല. അപ്പോൾ കുട്ടികളെ വളർത്തുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമുക്കൊരു ഓപ്പൺ മൈൻഡഡ്നെസ് വേണം. എന്നെപ്പോലെ എൻ്റെ മക്കളും ആകണം, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അവർ വളരണം, അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. അവർക്കും അവരുടേതായ ഒരു 4-5 വയസ്സാവുമ്പോൾ തന്നെ കുട്ടികളുടെ മനസ്സ് നന്നായി ചിന്തിച്ചു തുടങ്ങും. അപ്പോൾ അവർക്കും പ്രതികരണശേഷിയുണ്ട്. പക്ഷേ ഇത്തരം ആരോഗ്യമൊക്കെ വരുന്നവരെയൊക്കെ അവർ പ്രതികരിച്ചൊന്നും വരില്ല. അതിൻ്റെ അർത്ഥം, ഇപ്പം മഹാഭാരത കഥയിൽ സുഭദ്രയുടെ വയറ്റിൽ കിടന്നുകൊണ്ടാണ് അഭിമന്യു ശ്രീകൃഷ്ണന്റെ പത്മവ്യൂഹത്തെക്കുറിച്ചുള്ള വിവരണം കേൾക്കുന്നത്. ശ്രീകൃഷ്ണൻ പത്മവ്യൂഹം എങ്ങനെ ഭേദിക്കണമെന്ന് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് അഭിമന്യു സുഭദ്രയുടെ വയറ്റിൽ കിടന്നുകൊണ്ട് കേൾക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന്ന് പുറത്തിറങ്ങുന്ന പറഞ്ഞില്ല. അതിനു മുന്നേ വയറ്റിൽ നിന്നൊരു അനക്കം കണ്ടു. അപ്പോൾ ശ്രീകൃഷ്ണന് മനസ്സിലായി ഇത് മുഴുവൻ ഈ വയറ്റിൽ കിടക്കുന്ന ഭ്രൂണം കേട്ടിരിക്കുന്നു. അതുകൊണ്ട് പുറത്തേക്കുള്ള വഴിയും കൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മഹാഭാരത യുദ്ധത്തിന്റെ ഭാവി വേറെയായി പോവും എന്ന് മുൻകൂട്ടി കണ്ട് ശ്രീകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇതുപോലെ ഇതിന് സമാനമായിട്ട് വേറൊരു കാര്യമുണ്ട്. ജപ്പാനിൽ ഗർഭിണികളായ സ്ത്രീകളെ ചില പ്രത്യേക സമയത്ത് ചില പാട്ടുകൾ, ചില കഥകളൊക്കെ കേൾപ്പിക്കുന്ന പതിവുണ്ട്. അത് അവരുടെ വയറ്റിലുള്ള കുഞ്ഞുങ്ങളുടെ സ്വഭാവ രൂപീകരണത്തെ സഹായിക്കും എന്നാണ് പറയാറ്. ഇപ്പോൾ വന്നത് ഈ മൃഗപരിപാലന കേന്ദ്രങ്ങളിലും ഇങ്ങനെയുള്ള ചില ടെക്നിക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഞാനിത് പറയാൻ കാരണം, ജനിക്കുന്നതിന് മുന്നേ തന്നെ ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണം തുടങ്ങുന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഒരു ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനായിട്ട് തുടങ്ങുകയാണല്ലോ അല്ലെ. സൗണ്ട് ഐഡന്റിഫൈ ചെയ്യുന്നു, ഓരോ കാര്യങ്ങളും നടക്കുന്നുണ്ട് ജനിച്ചു വീഴുന്നതിന് മുന്നേ തന്നെ.
അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം ശരിക്കും സംസാരിക്കാനും കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ചോദിക്കാനുള്ളത്, ഈ ചോദ്യം ചോദിക്കുന്നതിനെ കുറിച്ച് സാറ് പറഞ്ഞില്ലേ, എല്ലാ കുട്ടികളും പ്രതികരിക്കും എന്നൊരു കാര്യം പറഞ്ഞിരുന്നു. പക്ഷേ ഈ പ്രതികരണങ്ങളുടെ മേലും നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സൈലൻസ് അടിച്ചേൽപ്പിക്കുന്നുണ്ട് രക്ഷിതാക്കൾ. ശരിക്കും പ്രതികരിച്ച് തന്നെയാണ് ഓരോരുത്തരും വളരേണ്ടത് അല്ലേ? ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ നോക്കുമ്പോഴത്തേക്കും നമ്മൾ കുട്ടികൾ ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും അതിനുള്ള കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങളും നമ്മുടെ രക്ഷിതാക്കൾ കൊടുക്കുന്നില്ല എന്നുള്ളൊരു വശവും കൂടെ ഉണ്ട്. എന്താണ് അതിനെക്കുറിച്ച് സാറിന് എന്താ പറയുക? അത് സ്വാഭാവികമാണ്. കാരണം ഒന്നാമത് 2-3 കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് രക്ഷിതാക്കൾ ഒരിക്കലും ഉത്തരം കൊടുക്കാറില്ല കുട്ടികൾക്ക്. വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ രക്ഷിതാക്കൾ ഉത്തരം പറയുന്നത് വളരെ അപൂർവമാണ്. എന്നുവെച്ചാൽ അത് നിങ്ങൾ അറിയണ്ട എന്നുള്ളതാണ്. പിന്നെ വ്യക്തിബന്ധങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതും പറയാറില്ല രക്ഷിതാക്കൾ. അതൊക്കെ എന്തിനാ പിള്ളേരറിയുന്നതാണ്. 3-മത് ഇവർക്ക് ഈ ശരീരശാസ്ത്രത്തെക്കുറിച്ചോ ലൈംഗിക പ്രക്രിയയെക്കുറിച്ചുള്ള എന്തെങ്കിലും ചോദ്യങ്ങൾ കുട്ടികൾ ചോദിച്ചാൽ മലയാളി രക്ഷിതാക്കൾ ഒരിക്കലും പറയാറില്ല. അത് മനസ്സിലായില്ലേ? ഇതൊക്കെ എന്തോ ഒരു ടാബു, ഇതൊന്നും കുട്ടികളോട് സംസാരിക്കേണ്ടതല്ല എന്നൊരു ചിന്താഗതിയാണുള്ളത്. പക്ഷെ ഇതുകൊണ്ട് എന്താ വരുന്നതെന്ന് വെച്ചാൽ ഇവര് ഒരു അജ്ഞതയിലേക്ക് പോവാ കാര്യങ്ങളിൽ. മറിച്ചിപ്പോൾ ചെറിയ ഉദാഹരണം, വീട്ടിൽ നടക്കുന്ന വരവ് ചെലവുകളെക്കുറിച്ച് മുഴുവൻ അറിയുന്ന ഒരു കുട്ടി വളർന്നു വരികയാണെങ്കിൽ അവന് ആ വീട്ടിലുള്ള സ്വത്തുക്കൾ അല്ലെങ്കിൽ പണം ദുരുപയോഗം ചെയ്യുന്നത് ഒഴിവാക്കും. കാരണം അവനറിയാം. ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഒരു അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അവർ മക്കളെ അറിയിക്കുന്നില്ല. മക്കളും അതറിയണം എന്ന് മാത്രമല്ല, ഇപ്പം അച്ഛനും അമ്മയും തുണി അലക്കി ജീവിക്കുന്നവരാണെങ്കിൽ മക്കളെ കൊണ്ട് 2 തുണി അലക്കിക്കണം. എന്നാൽ മാത്രമേ അവർക്ക് അച്ഛനും അമ്മയും ചെയ്യുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അത് ചെയ്യാത്തത് നമ്മുടെ നാട്ടിലിപ്പോൾ എന്തെങ്കിലും പണികൾ, ഇപ്പോൾ അടുക്കളയിൽ മോനോ മോളോ കയറി എന്തെങ്കിലും പണിയാണെങ്കിൽ അമ്മ ഉടനെ പറയും, നീ ഇത് ചെയ്യേണ്ട, അത് ഞാൻ ചെയ്തോളാം എന്ന് പറയും. തെറ്റാണത്. അപ്പോൾ എനിക്ക് കുക്കിംഗ് അറിയില്ല, അതിന് കാരണം എൻ്റെ അമ്മ എന്നെ സമ്മതിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എൻ്റെ അമ്മ ബാക്കി എല്ലാ പണികളും ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ കുക്കിംഗ് അറിയില്ല. പാടത്തെ പണി വരെ ഞാൻ അവിടെ പോയി ഒന്ന് പഠിച്ചിട്ടുണ്ട്. കാരണം അത് ജോലിക്കാരാണ് പാടത്തുള്ളത്, അവർ ചെയ്യണ്ടെന്ന് പറയില്ല. അവർ കൂടെ നീയാണെങ്കിൽ അവർക്ക് ഇഷ്ടമായിരിക്കും. അതും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, പക്ഷേ കുക്കിംഗ് പഠിക്കാൻ പറ്റിയിട്ടില്ല. എന്താ കാര്യം? അടുക്കളയിൽ എത്തുമ്പോൾ തന്നെ ഇവിടെ എന്താ ആമ്പിള്ളേർക്ക് കാര്യമൊന്നും ചോദിക്കും. മനസ്സിലല്ലേ? അപ്പൊ അങ്ങനെ ഇപ്പൊ ആമ്പിള്ളേർക്ക് എന്നല്ല, ഇപ്പൊ പെൺകുട്ടികളെ ഇപ്പൊ അടുക്കള കയറ്റാറില്ല പലയിടത്തും. അപ്പൊ എന്തുകൊണ്ടും 10-25 വയസ്സാകുമ്പോഴത്തേക്ക് അവർക്ക് സ്വമേധയാ ഒരു കുടുംബം പുലർത്തിക്കൊണ്ടു പോകാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ സംസ്കാര രൂപീകരണത്തിൽ തന്നെ കുടുംബ ബന്ധങ്ങളിൽ തന്നെ ഈ വളർത്തുന്ന രീതിക്ക് വളരെയധികം പ്രസക്തിയുണ്ട്. അപ്പോൾ അത് രക്ഷിതാക്കൾ തന്നെ തീരുമാനിക്കേണ്ടത് എങ്ങനെ വേണമെന്ന്. ഇപ്പം ഈ അടുത്ത കാലം വരെ കൊണ്ടായിരുന്ന ഒരു പരിമിതിയാണിത്, ആൺകുട്ടികളെ കുക്കിങ്ങുമായിട്ട് പരിചയപ്പെടുത്തില്ല. പക്ഷേ അവരേറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്ന അവർ വിദേശത്തൊക്കെ, ഇപ്പോൾ പല കുട്ടികളും വിദേശത്ത് പോകണല്ലോ, വിദേശത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഭാര്യമാരോ പെൺകുട്ടികളോ ഒന്നും കുക്ക് ചെയ്യാനുണ്ടാവില്ല, അമ്മയും ഉണ്ടാവില്ല. അപ്പോൾ അവർക്കിത് പഠിച്ചു പോകുന്നതാണ് അഭികാമ്യം. അപ്പോൾ ചെറുപ്പത്തിലെ അത് സ്വയമായിട്ട് നിലനിൽക്കാനുള്ള, അത് ഞാൻ പലപ്പോഴും പാശ്ചാത്യ സംസ്കാരത്തിൽ കണ്ടിട്ടുണ്ട്. ഒരു കുട്ടി എന്ത് ചെയ്യുമ്പോഴും അച്ഛനും അമ്മയും അതിനെ നിരീക്ഷിക്കുകയുള്ളൂ, അതിനെ നിരുത്സാഹപ്പെടുത്തില്ല. കാരണം അവനത് ചെയ്ത് പഠിക്കണം. ഡൂയിങ് ഈസ് റിമെമ്പറിങ്. അപ്പോൾ അന്ന് മാത്രമല്ല, ഡൂയിങ് ഈസ് ബിലീവിങ്. അന്ന് മാത്രമേ അവന് എനിക്കത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം മനസ്സിലുണ്ടാവുള്ളൂ. നമ്മുടെ സംസ്കാരത്തിൽ അത് വരുന്നില്ല. ഇനി ഇതിൻ്റെ ഒരു മറ്റൊരു പാഠഭേദമാണ് കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. ഒരു കെട്ട് പുസ്തകങ്ങളുമായിട്ട് നമ്മൾ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കും. എന്നിട്ട് നമ്മൾ വിചാരിക്കുന്ന ഇവരിതെല്ലാം പഠിച്ച് എടുക്കരാവുന്നതാണ്. എന്തിന് ഇതൊക്കെ പഠിച്ച് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ പോലും ഒരു പുസ്തകം ഫുള്ളായിട്ട് വായിച്ചിട്ടുള്ളവർ ഒരുപക്ഷെ 100 പേരിൽ ഒരാൾ പോലും ഉണ്ടാവില്ല. വായിക്കുന്നില്ല അവർ. ഇപ്പം ഞാൻ കോളേജുകളിൽ കാണുന്ന ഒരു വലിയ പ്രശ്നം അതാണ്, അവർ വായിക്കുന്നില്ല. കാരണം ഈ വായിക്കണമെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന, നമ്മൾ വായിപ്പിച്ച് അവരെ മടുപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. ഈ വായനയുടെ ഗുണങ്ങളെക്കുറിച്ച് അവർക്ക് ബോധം ഉണ്ടാകണം. അതൊരു 100-1 അല്ലെങ്കിൽ 100-2 പേർക്ക് വായിച്ചു വളരാം എന്നുള്ള ഒരു ധാരണ മനസ്സിലുണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ളവർ മാത്രമേ വായിക്കുള്ളൂ. ഇപ്പോഴും കോളേജിൽ നമ്മൾ സ്വയം ചിന്തിച്ച് വായനയിലേക്ക് എത്തുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ കിട്ടുന്ന അറിവായിരിക്കും നമ്മുടെ കൂടെ അറ്റ് ദി എൻഡ് വരെ ഉണ്ടാകുള്ളൂ. അല്ലാതെ നമ്മൾ ഈ തല്ലി പഠിപ്പിക്കുക എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, അത് ഭയങ്കര ഒരു മോശമായിട്ടുള്ളൊരു ഏർപ്പാടാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ സംഭവിക്കുന്നത്, അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം മക്കളെ തല്ലി പഠിപ്പിച്ച് ഒരു പരുവത്തിൽ എത്തിച്ചിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടട്ടെ എന്നുള്ള, കാരണം പഠിച്ചാലേ ജോലി കിട്ടും എന്നുള്ളൊരു അതൊരു അബദ്ധധാരണയാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പലയിടത്തും അവർ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ കുട്ടികളെ 2ആയിട്ട് വേർതിരിക്കും. ഉപരിപഠനത്തിന് പോകാൻ പറ്റിയവർ, സ്കിൽ എഡ്യൂക്കേഷന് പോകാൻ പറ്റിയത്. സ്കിൽ എഡ്യൂക്കേഷൻ പറഞ്ഞാൽ എല്ലാ സ്കില്ലും വരും അതിൽ. വണ്ടി ഓടിക്കലും, അതുപോലെ മെക്കാനിക്കും, അതുപോലെ പ്ലംബറും, ഇതെല്ലാം റെസ്റ്റോറന്റിൽ ഹൗസ് കീപ്പിംഗ് സ്കില്ല് വരും. അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചൊരു കൺസേൺ ഇല്ല. കാരണം അവിടെ ഇതിനൊക്കെ തുല്യ വേതനമാണ്.
ഇപ്പോൾ ഒരു ഡ്രൈവർക്ക് കിട്ടുന്ന വേതനം തന്നെ ആയിരിക്കും ചിലപ്പോൾ ഒരു എഞ്ചിനീയർക്കും കിട്ടുന്നത്. അതുകൊണ്ട് അവർക്കൊരാൾ യൂണിവേഴ്സിറ്റി പഠിക്കണമെന്നോ ഒരാൾ സ്കിൽ കോഴ്സിന് പോകണമെന്നുള്ള വ്യത്യാസമില്ല. ഇവിടെ അതല്ല. ഇവിടെ എനിക്ക് തോന്നുന്നു ഈ വർഗീയമായിട്ട് തൊഴിലുകളെ വേർതിരിച്ചിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നുണ്ട്, നമുക്ക് അങ്ങനൊരു സംസ്കാരം ഉണ്ടായിരുന്നതുകൊണ്ട് തൊഴിൽ ഉച്ചനീചത്വങ്ങളുണ്ട്. ഇപ്പോൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര എന്ന് പറയുന്നത് തൊഴിൽ അടിസ്ഥാനപ്പെടുത്തിയുള്ള വിഭജനങ്ങളാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോഴും അതിലിപ്പോൾ ശൂദ്രൻ എന്ന് പറയുന്ന ഏറ്റവും മ്ലേച്ഛമായ ജോലി ചെയ്യുന്നവൻ എന്നുള്ളൊരു അർത്ഥത്തിലാണ് അത് കൊടുത്തിരുന്നത്. ഇപ്പോഴും നമ്മുടെ ഇവിടെ ആ തൊഴിൽ സംസ്കാരത്തിലുണ്ട്. അതെന്നും മാറുന്നുവോ? എന്തുകൊണ്ടാണ് ഇവിടെ ഉള്ളവർ നല്ലൊരു പങ്ക് വിദേശത്ത് പോയി? ഇപ്പോൾ ഇവിടുന്ന് ഉപരിപഠനത്തിന് വേണ്ടി ഒരുപാട് കുട്ടികൾ പുറത്തു പോകുന്നു. അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? റെസ്റ്റോറൻറ്റിൽ മേശ ഉടച്ചിട്ടും വണ്ടി ഓടിച്ചിട്ടും ഏജ്ഡ് ആയിട്ടുള്ളവരെ, വയസ്സായവരെ പരീക്ഷിച്ചിട്ടും ഹോം നഴ്സിംഗ് ചെയ്തിട്ടൊക്കെയാണ് അവർ ജീവിക്കുന്നത്. അതിനവർക്ക് അവിടെ മടിയില്ല. കാരണം അതിനെ ഒരു ഡിഗ്നിഫൈഡ് ലേബറായിട്ട് അവിടെ കണക്കാക്കുന്നു. ഇവിടെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റില്ല, അവർക്ക് മാനക്കേടാണ്. അപ്പോൾ അത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ കുട്ടികളെ മാത്രമല്ല, നമ്മുടെ പഠന രീതിയിലുള്ള ഒരു വലിയ അപാകത, നമുക്ക് മെയ്യനങ്ങിയുള്ള നമ്മുടെ ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടുള്ള പണികൾ ചെയ്യാൻ വലിയ മടിയാണ്. അത് ഒരു കപട സദാചാരമാണത്, നമ്മളത് ചെയ്യില്ല. തീർച്ചയായിട്ടും. പിന്നെ അത് മാത്രമല്ല സാർ, ഇപ്പോൾ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ഇപ്പോൾ വിദേശത്തുള്ള കുട്ടികളും നമ്മുടെ കുട്ടികളുമായിട്ടുള്ള ഒരു കാര്യം സാറ് പറഞ്ഞില്ലേ, അതിൽ ഒപ്പം തന്നെ നമ്മൾ ചേർത്ത് പറയേണ്ട കാര്യമില്ല, ഈ ഒരു അഭിമാനത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടല്ലോ അവിടെ. അത് നമ്മുടെ നാട്ടിലാണ് കൂടുതൽ. ഇത് സംസ്കാരമായിട്ട് പിണഞ്ഞു കിടക്കുന്നത് നമ്മുടെ ഒരു കുട്ടിയുടെ വളർച്ച. പിന്നെ അതിൻ്റെ ഓരോ സ്റ്റേജിലും അവൻ ചെയ്യുന്ന അല്ലെങ്കിൽ അവൾ ചെയ്യുന്ന ഓരോ പ്രക്രിയയും നമ്മുടെ അഭിമാനത്തിന് ഏൽക്കുന്ന ഒരു ക്ഷതമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട്, അങ്ങനെ കരുതിക്കൊണ്ടാണ് ഈ പാരൻസ് ഒന്നും ചെയ്യാനായിട്ട് വിലക്കുന്നതും കൂടെ. ഇപ്പോൾ ഇവിടെയാണെങ്കിലും ഇതൊക്കെ ചെയ്യാമല്ലോ, അങ്ങനെ ഒരു കാര്യമില്ല. ഇനി എൻ്റെ അഭിമാനത്തിൻ്റെ പ്രശ്നമാണ്, നീ അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇന്ന ജോലി ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഉസ്താദ് ഹോട്ടൽ എന്ന സിനിമയിൽ പിന്നെ ഫൈസി എന്ന ആ ക്യാരക്ടർ പിന്നെ എന്താണ് ബിരിയാണി ചെമ്പ് വെക്കാൻ ബിരിയാണി വെക്കാനായിട്ട് പോവാണോ നീ എന്ന് ചോദിക്കുന്നുണ്ട് അതിനകത്ത് ഉപ്പ. അത് തന്നെയല്ലേ കേരളത്തിൽ മൊത്തത്തിൽ നടക്കുന്ന കാര്യം. അതും ശരിയാണ് ഒരളവ് വരെ. എന്താണെന്നറിയാം, കാരണം കേരളത്തിൽ നമുക്കുള്ളൊരു വലിയ കുഴപ്പം, നമുക്ക് പേരൻ്റൽ പ്രൊട്ടക്ഷൻ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇവിടെ 25 വയസ്സോ 30 വയസ്സോ ഒരാളും ഒരു പണിയെടുക്കാതെ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാവുന്നുള്ളൊരു സ്ഥിതി ഇവിടെ വന്നു പോയിട്ടുണ്ട്. പല നാടുകളിലും അത് പറ്റില്ല. അവർ ചില നാടുകളിൽ 14 വയസ്സ്, ചിലടത്ത് 16 വയസ്സ്, ചിലടത്ത് 17 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ രക്ഷിതാവിൽ ഡിപ്പെൻഡൻ്റ് അല്ല. അവർ അധ്വാനിച്ച് ജീവിക്കുക, അതെന്ത് പണി അവർക്ക് പറ്റുന്ന ചെയ്യും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പം 18 വയസ്സായാലും 22 വയസ്സായാലും എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ ജീവിക്കുക. അത് ചിലപ്പോൾ 40 വയസ്സായാലും ചെയ്തു എന്ന് വരും. എനിക്ക് പണിയൊന്നുമില്ല, സുഖമല്ലേ, പണിയൊന്നും ചെയ്യേണ്ട, ജീവിക്കാം. ഇപ്പൊ ഒരു ട്രോള് വരെ വരുന്നുണ്ട്, വീട്ടിലെ വാഴ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്നാലും നന്നാവുന്നില്ല എന്നുള്ളതാണ്. പേരൻസും ഒരു പരിധിവരെ അതിന് കുറ്റക്കാരാണെന്നുള്ളതാണ് അല്ലേ സാർ? എന്ന് വെച്ചാൽ അത് നമ്മുടെ പേരൻസിന്റെ ഒരു അറ്റാച്ച്മെന്റ് മോഡാണ്. ഇവിടെ നമ്മുടെ രക്ഷിതാക്കൾ പലരും വിചാരിക്കുന്നത് ഈ കുട്ടികളെ അങ്ങനെ സംരക്ഷിക്കുന്ന ഒരു രക്ഷകർത്താവിന്റെ കടമയാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അത് ഈ 20-30 വയസ്സായവരൊന്നും രക്ഷിക്കേണ്ട ആവശ്യമില്ല. മുമ്പൊരിക്കൽ ഞാൻ ഇതേ വേദിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, 10,000-കണക്കിന് MBBS കഴിഞ്ഞ ഡോക്ടർമാർ കേരളത്തിൽ ജോലിക്ക് പോകാൻ നിൽക്കുന്നുണ്ട്. അവർ ഹയർ എഡ്യൂക്കേഷന് വേണ്ടി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുക. വേറെ ഒരു നാട്ടിലും ഇതുണ്ടാവില്ല. കാരണം അവർക്കൊരു തൊഴിൽ കിട്ടാനുള്ള യോഗ്യതയുണ്ട്, അവർക്ക് ഉപരിപഠനത്തിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അവർ ആ തൊഴിൽ കയറിയിട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇവിടെ അതിന് നിൽക്കാതെ അവർ വീണ്ടും രക്ഷകർത്താക്കളെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനൊരു സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ വന്നുപോയി. അപ്പം അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും ജീവിക്കാൻ വഴിയുണ്ടെങ്കിൽ അത് നോർത്ത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു ഗുജറാത്ത്, മഹാരാഷ്ട്ര ഇങ്ങനെയൊക്കെയുള്ള അടുത്തൊരു കുട്ടികൾക്കൊരു 10-22 വയസ്സായി കഴിഞ്ഞാൽ അവർക്ക് ബിരുദം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പഠനം ഉണ്ടെങ്കിലോ ഇല്ലെങ്കിലും അവരെന്തെങ്കിലും തൊഴിലിനായിട്ട് അവിടെ രക്ഷിതാക്കൾ പോയി ചെയ്തോളാൻ പറയും. ഈവൻ ഗുജറാത്തിലൊക്കെയുള്ള വലിയ ജുവലറി നടത്തുന്നവർ വരെ അവരുടെ മക്കളോടെ പോയി ഹോട്ടലിൽ മേശ ക്ലീൻ ചെയ്യാൻ പറയും. എന്ന് വെച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന ഒരു വലിയ ലേണിംഗ് ഉണ്ട്, അത് ദി ഡിഗ്നിറ്റി ഓഫ് ലേബർ. അത് മാത്രമല്ല, അതിൽ നിന്ന് കിട്ടുന്ന വേറൊരു ലേണിംഗ് ഉണ്ട്. എന്ന് വെച്ചാൽ എത്ര നീചമായ തൊഴിലാണെങ്കിലും അത് ചെയ്യുന്നവനെ നീചനായി കാണേണ്ടതില്ല, അവനൊരു അംഗീകാരം കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ മുതലാളിയാവുമ്പോൾ അഹങ്കാരം ഉണ്ടാവില്ല. അവൻ ആ അനുഭവത്തിൽ കൂടെ, എനിക്ക് തോന്നുന്നത് പല രാജ്യങ്ങളിലും പണ്ട്, ഇപ്പോഴും ചില രാജ്യങ്ങളുണ്ട്, നിർബന്ധിത സൈന്യ സേവനം ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ അതില്ല. നിർബന്ധിത സൈന്യ സേവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പ്രായമായി കഴിയുമ്പോൾ ഒരു സൈന്യത്തിൽ നിർബന്ധമായിട്ട് 1 വർഷമോ 2 വർഷമോ ജോലി എടുത്തേ പറ്റുള്ളൂ. ഈ സൈന്യത്തിൽ ജോലി രാജ്യസേവനമായിട്ട് ചെയ്യണം. ഈ സൈന്യത്തിൽ ജോലി എടുക്കുമ്പോൾ അവനെല്ലാ അനുഭവങ്ങളും ഉണ്ടാകും. കാരണം സൈന്യത്തിൽ ചക്രവർത്തിയുടെ മകനാണോ പട്ടാളക്കാരൻ്റെ മകനാണോ കർഷകന്റെ മകനാണോ ഒന്നും വ്യത്യാസമില്ല. അവരെല്ലാം അവിടെ ഒരുപോലെ തലയും മൊട്ടടിച്ച് വൃത്തിയായിട്ട് പണിയെടുക്കേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു ഇക്വാലിറ്റി സെൻസ് വരും. നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. ഇപ്പോൾ ഒരു പണക്കാരൻ്റെ മകനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അവന് ചില പ്രിവിലേജ് ഉണ്ട്. അവൻ ജനിക്കുമ്പോൾ തൊട്ടേ ആ പ്രിവിലേജ് അവൽ ചെയ്യുക.
ഒരു പാവപ്പെട്ടവൻ്റെ മകനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അവനൊരു അണ്ടർ പ്രിവിലേജ്ഡ് ആണ്, അവന് ജീവിതം മൊത്തം അവന് രക്ഷപ്പെടണമെങ്കിൽ അവൻ നാട് വിടും. ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് പലയിടത്തും ഈ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ളവരുടെ കുട്ടികൾ അത്ര സമ്പന്നരോ നല്ല എനിക്ക് തന്നെ അറിയാവുന്ന ചില വളരെ ഈ തെങ്ങേറ്റ തൊഴിലാളികളുടെ മക്കളൊക്കെ സിവിൽ സർവീസിലൊക്കെ സെലക്ഷൻ കിട്ടി കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് വേറെ എവിടെയെങ്കിലും ദൂരെ പോയി ഒരു വീട് വെക്കുകയാണ്. അവർക്ക് ഈ സൊസൈറ്റിയിൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സൊസൈറ്റിയിൽ മെർജ് ചെയ്യാൻ താല്പര്യമില്ല. കാരണം അവിടെ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അത് ഒഴിവാക്കാൻ നോക്കും. വേറെ എവിടെയെങ്കിലും പോയി അതിന് സോഷ്യോളജിന് അക്കൾച്ചറൈസേഷൻ എന്ന് പറയാറുണ്ട്. അതായത് വേറൊരു കൾച്ചറിലേക്ക് പറിച്ചു നട്ടിട്ട് അപ്പോൾ അവിടെ അംഗീകാരം കിട്ടും. കാരണം ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അവരെവിടെയാണ് താമസിക്കുന്നത് അവിടെ അംഗീകാരം കിട്ടും. പക്ഷേ അവൻ ജനിച്ച നാട്ടിൽ അവൻ എപ്പോഴും ഇന്നാളുടെ മകൻ എന്നുള്ളൊരു ബാനർ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുട്ടികളെ വളർത്തുമ്പോൾ നമ്മൾ ആ ടോപ്പിക്കിലേക്ക് വീണ്ടും തിരിച്ചു വരികയാണ്. കുട്ടികളെ വളർത്തുമ്പോൾ ആദ്യം എനിക്ക് തോന്നുന്നത് നമുക്ക് പേരൻ്റൽ ഓറിയൻറ്റേഷൻ വേണം. അത് ഇവിടെ ഇല്ല. പേരൻ്റൽ ഓറിയൻറ്റേഷൻ ഇവിടെ ഇല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരാൾ അച്ഛനോ അമ്മയോ ആവുന്ന എന്തെങ്കിലും പരിശീലനം കിട്ടിയിട്ടാണോ? അത് വേണം. ചില സമൂഹങ്ങളിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ കാണാറുള്ളത് ക്രിസ്തീയ സമൂഹങ്ങളിൽ ഈ മാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്. വിവാഹത്തിന് മുമ്പ് കൗൺസിലിംഗ് കൊടുക്കുന്ന പതിവുണ്ട്. പക്ഷെ അതിലും രസകരമായി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളെ വളർത്തി പരിചയമില്ലാത്ത ചില ഈ ആ മതത്തിന്റെ ചില പുരോഹിതകളോ ആയിരിക്കും കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തണമെന്ന്. അത് അങ്ങനെ ഒരു രസകരമായിട്ടുള്ളൊരു കോട്ടും ഉണ്ടെന്ന് തോന്നുന്നു സാർ. ഇങ്ങനെ എന്ന് വെച്ചാൽ കുട്ടികളില്ലാത്തവർക്കാണ് ഏറ്റവും കൂടുതൽ നന്നായിട്ട് കുട്ടികളെ വളർത്താൻ അറിയാവുന്നത് എന്നുള്ളത്. അതും എവിടെയോ വായിച്ചൊരു അതൊക്കെ ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം ഈ അനുഭവം കൊണ്ട് അറിയുന്നത് ഒരു പാഠപുസ്തകത്തിന് പഠിപ്പിക്കാൻ പറ്റില്ല. പാഠപുസ്തകം കൊണ്ട് നമുക്ക് നോളജ് കിട്ടും, എക്സ്പീരിയൻസ് കിട്ടില്ല. ഈ നോളജും എക്സ്പീരിയൻസും കൂടെ ചേർന്നാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളെ വളർത്താൻ അതാണ് നല്ലത്. ഇപ്പോൾ കോളേജിലെ ഞാൻ തന്നെ ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് പല കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ കുട്ടികളോട് പെരുമാറുന്നതനുസരിച്ചാണ് കുട്ടികൾ നമ്മളോട് പ്രതികരിക്കുക. നമുക്ക് വേണമെങ്കിൽ സിംഹത്തെ പോലെ പെരുമാറാം, കാളയെ പോലെ പെരുമാറാം, മുയലിനെ പോലെ പെരുമാറാം. നമ്മൾ ഏത് രീതിയിൽ അവരോട് പ്രതികരിക്കുന്നു അവർക്കതറിയാം. അവർക്ക് സെൻസ് ചെയ്യാനറിയാം. നമ്മുടെ റേഞ്ച് എന്താണെന്ന് അവർ പെട്ടെന്ന് സെൻസ് ചെയ്യും. അതുപോലെ തന്നെ രക്ഷിതാക്കൾ അധികം വർത്തമാനം പറയണമെന്നില്ല. എത്രയോ ഇപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ എൻ്റെ അച്ഛനും അമ്മയൊന്നും അധികം അമ്മ വർത്തമാനം പറയുന്നു, അച്ഛനങ്ങനെ അധികം വർത്തമാനം പറയാറില്ല. വല്ലപ്പോഴും എന്തെങ്കിലും പറയാറുള്ളൂ. പക്ഷേ അച്ഛൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അതൊരു വൈബാണ്. ഒരു സിക്സ്ത് സെൻസിൽ കൂടെ മക്കൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ രക്ഷിതാക്കളുടെ ആ ഒരു വ്യൂ പോയിന്റ് അത് മക്കളിലേക്ക് പകരും. അപ്പോൾ അത് രക്ഷിതാക്കൾക്കും ഇത് മനസ്സിലാക്കാൻ ഒരു കുട്ടിയെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അതിൻ്റെ രക്ഷിതാക്കൾക്കാണ്. അത് ഏറ്റവും കൂടുതൽ അമ്മയ്ക്കാണ്. പക്ഷെ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം അമ്മയ്ക്ക് ലോകജ്ഞാനത്തിൽ പരിമിതി ഉണ്ടാവും. ഇപ്പോൾ ഒരു പ്രത്യേക പ്രായം വരേക്ക് ഒരു കുട്ടിയെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുന്ന അമ്മയ്ക്കാണ്. എന്നാൽ ആ പ്രായം കഴിഞ്ഞാൽ അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആ പ്രായം കഴിഞ്ഞാൽ അച്ഛനാണ് അവരെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുക. കാരണം അത് ആ പ്രായം ഓരോ ആളിൻ്റെ അനുസരിച്ച് വ്യത്യാസം വന്നേക്കാം. കാരണം അച്ഛന് സാധാരണഗതിയിൽ നമ്മുടെ സംസ്കാരത്തിൽ ലോകപരിചയം കൂടുകയാണ്. ഇപ്പോൾ വലിയൊരു ഉദ്യോഗസ്ഥയാണെങ്കിൽ തന്നെയും അമ്മയുടെ സ്പാൻ ഓഫ് ആക്ടിവിറ്റി ലിമിറ്റഡ് ആയിരിക്കും. അത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്. വളരെ അപൂർവം പേർക്ക് ആ സ്പാൻ ഓഫ് ആക്ടിവിറ്റി കൂടുള്ളൂ. മറിച്ച് അച്ഛൻ്റെ സ്പാൻ ഓഫ് ആക്ടിവിറ്റി കൂടുതലായിരിക്കും. ഒരുപാട് പേരുമായിട്ട് ഇടപഴകി പരിചയമുള്ളതുകൊണ്ട് ഈ കുട്ടികളുടെ മാനസിക വികസന സമയത്ത് അവരെ കൂടുതൽ മനസ്സിലാക്കാൻ അച്ഛന്മാർക്കാണ് കഴിയുക. അപ്പോൾ നമ്മൾ കുട്ടികളോട് ഒരുപാട് പറയണമെന്നില്ല, ഉപദേശിച്ചിട്ടും കാര്യമില്ല. കാരണം കുട്ടികൾ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. ഇപ്പോൾ എപ്പോഴും നാക്കെടുത്ത് കഴിഞ്ഞാൽ കള്ളം പറയുന്ന അച്ഛനും അമ്മയാണ്. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് തമ്മിൽ തെല്ലുന്നവരാണെങ്കിൽ അത് കുട്ടികളിലേക്ക് അറിയാതെ പകരുകയാണ്. ഇപ്പം എൻ്റെ തന്നെ ഒരു അനുഭവം ഞാൻ പറയാം. കോളേജിൽ എന്തെങ്കിലും കുരുത്തക്കേടുകൾ കുട്ടികളുണ്ടാക്കിയാൽ ഞാൻ ആദ്യം ചെയ്യാറ് അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്തെന്ന് അന്വേഷിക്കുകയാണ്. അത് ഞാൻ മുമ്പൊരിക്കൽ ഏതോ ഒരു വേദിയിൽ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ 80% ഈ ഇൻഡിസിപ്ലിൻ ചെയ്യുന്ന കുട്ടികളുടെ പേരൻസ് ഇൻഡിസിപ്ലിൻഡാണ്. 20% അതല്ലാതെ മറ്റ് സ്വാധീനം, ബാഹ്യ സ്വാധീനം കൊണ്ടോ പിയർ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ അവരുടെ കൂടെ പഠിക്കുന്നവരുടെ ചില സ്വാധീനം കൊണ്ടൊക്കെ വരും. പക്ഷേ 80% ആ ഫാമിലിയിൽ നിന്ന് ഇൻഹെറിറ്റഡ് ആണ് അവരുടെ ഇൻഡിസിപ്ലിൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കുട്ടികളെ വളർത്താൻ നമ്മൾ രക്ഷിതാക്കൾക്ക് പരിശീലനം കൊടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് ആദ്യം പഠിപ്പിക്കണം, രക്ഷിതാക്കളെ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ ആ കുട്ടികൾ നമ്മുടെ വഴികൾ നമ്മളറിയില്ല. കാരണം രക്ഷിതാക്കൾക്ക് അറിയില്ല കുട്ടികൾ അവരെ ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്നുള്ള. അവർ ഏറ്റവും വലിയ ലേണിംഗ് നടക്കുന്ന ഒബ്സർവേഷനിൽ കൂടെയാണ്. അതിപ്പോൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനോട് തന്നെ ഞാൻ പറയാറുണ്ട്, 80% ലേണിംഗ് ഈസ് ത്രൂ ഒബ്സർവേഷൻ. എഞ്ചിനീയറിംഗിൽ തന്നെ ബാക്കി എല്ലാം പഠിച്ചാലും നിങ്ങൾക്ക് 20% ലേണിംഗേ ഉണ്ടാവുള്ളൂ. അപ്പം ഈ ഒബ്സർവേഷൻ നമ്മൾ അറിയാതെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുക. കുട്ടികൾ പേരൻസിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പേരൻസ് വിട്ടുപോകുന്ന ഒരു കാര്യം അതാണ്. ഒരു സ്റ്റേജ് കഴിഞ്ഞ് അവർ കുട്ടികളെ ഒബ്സർവ് ചെയ്യുന്നില്ല. വഴക്ക് പറയാനും ശാസിക്കാനും
പണം കൊടുക്കാനും ഒക്കെയാണ് പിന്നെ പേരൻസ് ഒരു ടൂളാണ്. അതിന് പകരം ഈ പേരൻസ് ക്ലിയർ ആയിട്ട് ഈ കുട്ടികളെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വഴക്ക് പറയേ വേണ്ടി വരില്ല. കാരണം ഒബ്സർവ് ചെയ്താൽ മാത്രം മതി. അവർക്കറിയാം, കുട്ടികൾക്കും ആ സെൻസ് ഉണ്ട്. പേരൻസ് അവരെ ഒബ്സർവ് ചെയ്യുന്നെങ്കിൽ, ഇപ്പോൾ ഒരു കുട്ടി ഒരു ദിവസം 6 മണിക്ക് വരേണ്ട ഒരു കുട്ടി രാത്രി 10 മണിക്കാണ് വരുന്നെങ്കിൽ മോനെ എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോൾ അവൻ കള്ളം പറയാൻ മടിക്കും. ഇനി അവൻ കള്ളം പറഞ്ഞു എന്ന് തന്നെ വെച്ചോളൂ. അപ്പോൾ അവൻ്റെ കൂട്ടുകാരെ എപ്പോഴെങ്കിലും കാണുമ്പോൾ, ഓ നിങ്ങൾ രണ്ടുപേരും കൂടി എന്നടുത്ത് പോയിരുന്നു അല്ലെന്ന് ചോദിക്കുമ്പോൾ കൂട്ടുകാരൻ അയ്യോ ഞാൻ പോയില്ല എന്ന് പറയുമ്പോൾ ഈ കൂട്ടുകാരൻ തന്നെ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കും, നിൻ്റെ അമ്മയല്ലേ നിൻ്റെ അച്ഛൻ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ കുട്ടിയിലേക്കൊരു ഫീലിംഗ് വരുന്നു, ഐ ആം ബീങ് ഒബ്സർവ്ഡ്. FW ടൈലർ എന്ന് പറഞ്ഞ വലിയൊരു മാനേജ്മെൻറ്റ് വിദഗ്ധനുണ്ട്, ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ. അദ്ദേഹം പറയുന്നത് ഈ മാനേജ്മെൻറ്റിൽ ഏറ്റവും പ്രധാനം ഒബ്സർവിങ് ആണ്. അതാണ് പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നത്. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 100 രൂപ ദിവസവേതനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളിന് 100 പകരം 150 കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഫക്റ്റീവാണ് ഈ 100 രൂപ കൊടുക്കുന്ന ആളിനെ അയാൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഒബ്സർവേഷൻ ഇംപ്രൂവ്സ് ദ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ കുട്ടികളെ വളർത്തുമ്പോഴും നമുക്ക് വേണ്ടത്, അത് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു. നമ്മൾ മറന്നു പോകുന്നതിന് കാരണം നമുക്ക് സമയമില്ല എന്ന് പറയും, അല്ലേ? ഇപ്പോൾ എൻ്റെ തന്നെ കാര്യം എടുക്കുക, ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഞാൻ സാറിനെ എപ്പോഴും എന്തിലേലും ഇൻവോൾവ് ആയിട്ടിരിക്കുന്നതാണ്. പക്ഷേ എന്നാലും കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പോയി അവരുടെ അധ്യാപക സംഘടന ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അധ്യാപക രക്ഷാകർതൃ സംഘടന ഉണ്ടെങ്കിൽ അതിലൊരു അംഗമാകും. അപ്പോൾ എന്താ കാര്യം, ഈ ടീച്ചേഴ്സും എല്ലാമായിട്ട് നമ്മൾ ലൈഫ് കോണ്ടാക്ട്. അപ്പോൾ ഈ കുട്ടിയിൽ അറിയാതെ ഒരു ഫീൽ വരികയാണ്, ഞാൻ എന്തെങ്കിലും ഇൻഡിസിപ്ലിൻ ചെയ്താൽ എൻ്റെ അച്ഛനറിയും, അത് മതി, എങ്ങനെ അറിയും എന്നൊരു ഫീല് വന്നാൽ മതി. എല്ലാ ദിവസവും സ്കൂളിൽ പോകണ്ട, കുട്ടികളുടെ കൂടെ പോകണ്ട, നീ എന്ത് ചെയ്തെന്ന് ചോദിക്കണ്ട. ബിക്കോസ് ഇതൊരു ഡയറക്റ്റ് ലിങ്കാണ്. ഞാൻ പലപ്പോഴും ഈ രക്ഷാകർത്താക്കളുടെ മീറ്റിംഗ് വിളിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ആ കുട്ടിയെക്കുറിച്ച് കൺസേൺ ഉണ്ടെങ്കിൽ പലപ്പോഴും ഈ സ്ഥാപനത്തിൽ വരിക, അല്ലെങ്കിൽ ഇവിടെ അവരെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെ നമ്പർ വാങ്ങി വെക്കുക. പലപ്പോഴും ഒന്ന് വിളിച്ചിട്ട് ഞാൻ ഇന്നയാളാണ്, എൻ്റെ കുട്ടി ഇന്നയാളാണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ധാരാളം മതി ഈ കുട്ടിയെ നല്ല വഴിക്ക് കൊണ്ടുപോകാൻ. ക്വാണ്ടം ചേഞ്ചസ് ഉണ്ടാക്കും. അപ്പോൾ കുട്ടിയെ വളർത്തുമ്പോൾ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഒബ്സർവിങ് ദമാണ്. അവർക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം അങ്ങ് വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന്. ഇപ്പോൾ ചില കാര്യങ്ങൾ ചിലപ്പോൾ വാങ്ങിക്കൊടുക്കുന്നതിന് അബദ്ധമായി വരും. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കുന്നത് നന്നായി വരും. ഇപ്പോൾ ഒരു വലിയ വില കൂടിയ മൊബൈൽ കുട്ടി ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ എന്നും വൈകിട്ട് സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ എത്തിയിട്ട് കുട്ടി റൂം അടച്ചിരുന്ന് മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ ആ മൊബൈൽ അതിന് കാരണമായി മാറുകയാണ്. കുറച്ച് അത് അനുവദിക്കാൻ പാടില്ല. മൊബൈൽ ഉപയോഗിക്കുകയാണെങ്കിൽ ശരി, ഒരു തുറന്ന റൂമിലിരുന്ന് നീ ഉപയോഗിച്ചോളൂ, ഇല്ലെങ്കിൽ മൊബൈൽ തരില്ല. അപ്പോൾ ഒരു രക്ഷാകർത്താവ് എൻ്റെ അടുക്ക വന്ന് പറഞ്ഞൊരു കഥ കേട്ടിട്ട് എനിക്ക് ചിരി വന്നു. ഒരു രക്ഷാകർത്താവ് എന്ന് പറഞ്ഞ കഥ, സാറേ അവൻ്റെ മൊബൈൽ ഞാൻ വീട്ടിൽ വാങ്ങി വെക്കാൻ തീരുമാനിച്ചപ്പോൾ അവൻ പറഞ്ഞു, മൊബൈൽ വാങ്ങി വെച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ ചിന്താഗതിയുള്ള ഒരു കുട്ടിയാണെങ്കിൽ അവൻ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, വാങ്ങി വെക്കാൻ പറഞ്ഞു. 2 ആഴ്ച കഴിഞ്ഞാൽ രക്ഷിതാവിനെ വിളിച്ചു, സാർ ഇപ്പോൾ അവൻ മര്യാദക്കാരനായി, ഭീഷണി നടക്കില്ല എന്ന് മനസ്സിലായി. ഇന്ന് മാത്രമല്ല, സാറ് പറഞ്ഞ വാചകം ഞാൻ അവൻ്റെ അടുക്ക് പറഞ്ഞു, ഈ മൊബൈല് ഇല്ലാതെ നിനക്ക് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നീ ജീവിക്കാൻ അർഹനല്ല. മനസ്സിലായല്ലേ? ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഭീഷണികൾക്ക് രക്ഷിതാക്കൾ വഴങ്ങും എന്ന് കാണുമ്പോൾ കുട്ടികൾ വഴിവിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. എന്ന് വിചാരിച്ച് കുട്ടികൾക്ക് ഫെസിലിറ്റി കൊടുക്കരുതല്ല. അവർക്ക് മൊബൈൽ കൊടുക്കണം, അവർക്ക് ലാപ്ടോപ്പ് കൊടുക്കണം, അവർക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കണം. പക്ഷെ ഒരു കാരണവശാലും ഭീഷണിപ്പെടുത്തി രക്ഷിതാക്കളെ വരുതിയിലാക്കാമെന്ന് ഒരു കുട്ടി വിചാരിക്കുന്നത് തെറ്റാണ്. അത് അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും പേരൻറ്റിങ് എന്നുള്ളത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. അതിലേറ്റവും ചെറിയ കുറച്ച് അംശങ്ങൾ മാത്രമാണ് ഇന്ന് ഈ ഒരു റേസ് ടു സക്സസിൻ്റെ ഈ എപ്പിസോഡിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞത്. ഇനിയും വരുന്ന അധ്യായങ്ങളിലൂടെ ഈ ഒരു വിഷയവും സംസാരിക്കാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്രയും നേരം നമ്മളോടൊപ്പം ഇത്രയും ഭംഗിയായിട്ട് ഈ പേരൻറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു തന്ന സാറിന് നന്ദി പറയുന്നു. ശ്രീ PR മഹാദേവൻ പിള്ള സാറാണ് നമ്മുടെ കൂടെ റേസ് ടു സക്സസിൻ്റെ ഈ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. താങ്ക് യു സോ മച്ച് സാർ. കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.